പത്തനംതിട്ട പെരുന്നാട് മാമ്പാറ ആട്ടിൻകുട്ടികളെ പുലി ആക്രമിച്ചതായി പരാതി. കൃഷ്ണഭവനിൽ ശ്യാമളയുടെ വീട്ടിൽ വളർത്തിയിരുന്ന 2 ആട്ടിൻകുട്ടികളെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത്. വീടിന് വെളിയിൽ കെട്ടിയിരുന്ന ആട്ടിൻകുട്ടികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. സുജു ടി ബാബു കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, ഈ പ്രദേശം വന്യജീവി ആക്രമണം രൂക്ഷമായ ഒരു പ്രദേശമാണോ? ഈ ആക്രമിച്ചത് പുലി എന്നതിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അത് പുലി എന്നത് ഇപ്പോൾ ഒരു സംശയമാണ്. കാരണം ഈ കാൽപ്പാടുകൾ കണ്ടത് വെച്ചാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആദ്യം പ്രാഥമിക എത്തി പുലി എന്ന സംശയിക്കുന്നതായി അറിയിക്കുന്നത്. എന്നാൽ വിശദ പരിശോധന ആവശ്യമാണ്. ഈ പുലിയാണെങ്കിൽ അതിൻ്റെ കാൽപ്പാടുകൾ വെച്ച് കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, ആ സമീപ പ്രദേശത്തെ ഏതെങ്കിലും വീടുകളിലെ CCTV ദൃശ്യങ്ങളിൽ പുലി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഈ മാമ്പാറ കൃഷ്ണഭവൻ വീട്ടിൽ ശ്യാമളയുടെ വീട്ടിലെ 2 ആട്ടിൻകുട്ടികളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നത്. ഇത് പുലിയാകാനാണ് സാധ്യത എന്നതാണ്. ഈ പെരുന്നാട് സ്ഥലത്താണ്. ഈ പെരുന്നാട് മേഖല വനപ്രദേശത്തോട് ചേർന്ന മേഖല തന്നെയാണ്. മുമ്പും പലതവണ പ്രദേശത്ത് വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാഥമികമായി ഇത് വന്യജീവി ആക്രമണമാണെന്നും ഇത് പുലിയായിരിക്കാം ഇത് ഈ ആട്ടിൻകുട്ടികളെ കടിച്ചു കൊന്നെന്ന സംശയമുണ്ട്. എന്തായാലും പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഈ ശ്യാമളയുടെ വീട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനി ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള വീട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ വലിയ ആശങ്കയുണ്ട്. എന്തായാലും വനപാലകർ രാവിലെ എത്തുകയും പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. ഇനി ഇത് വിശദമായ പരിശോധന ആവശ്യമാണ്. ഇത് ഈ പുലിയുടെ തന്നെ അക്രമമാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യജീവിയുടെയാണോ? എന്തായാലും വന്യജീവി അക്രമമാണെന്നുള്ള കാര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ അടിയന്തര നടപടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനെ ഉൾപ്പെടെയുള്ളവർ വനംവകുപ്പിനോട് ആവശ്യപ്പെടുന്ന. വനംവകുപ്പും അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് പുലി തന്നെ എന്ന സ്ഥിരീകരണം വരുവാണെങ്കിൽ കൂടുവെക്കാനുള്ള നടപടികളിലേക്ക് തന്നെ കടക്കുകയും ചെയ്യും. ആര്യ.